നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര കോഴിമുക്ക് കൈരളി ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന വനിതാവേദി കോൽക്കളി ഗ്രൂപ്പിന്റെ കോലെടുക്കൽ ചടങ്ങ് ഗ്രന്ഥശാല പരിസരത്ത് സംഘടിപ്പിച്ചു. നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരികണ്ടി ഉദ്ഘാടനം ചെയ്തു. കൈരളി ഗ്രന്ഥാലയം കോഴിമുക്ക് വനിതാവേദി സംഘടിപ്പിക്കുന്ന വനിതകളുടെ കോൽക്കളി ഗ്രൂപ്പിന്റെ കോലെടുക്കൽ ചടങ്ങ് വായനശാല പരിസരത്ത് സംഘടിപ്പിച്ചു. PM മഹേഷ് ഗുരുക്കൽ ചെമ്മരത്തൂരിന്റെ ശിഷ്യനും കേരള സർക്കാർ വജ്രജൂബിലി ഫെലോഷിപ്പ് ജേതാവുമായ വിപിൻ ഗുരുക്കൽ തീക്കുഞ്ഞിയുടെ ശിക്ഷണത്തിലായിരുന്നു വനിതകളുടെ കോൽക്കളി പഠനം നടന്നുവന്നിരുന്നത്. നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരികണ്ടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം വത്സല GK, നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ ബിന്ദു അമ്പാളി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കൈരളി ഗ്രന്ഥാലയം വനിതാ കോൽക്കളി ഗ്രൂപ്പ്, ബ്രദേഴ്സ് പുരുഷ കോൽക്കളി സംഘം ചെമ്മരത്തൂർ, സൗഹൃദം വനിതാ കോൽക്കളി സംഘം നൊച്ചാട് തുടങ്ങിയവർ കോൽക്കളി അവതരിപ്പിച്ചു. 22ഓളം പേരെ കോൽക്കളി പഠിപ്പിക്കാൻ കഴിഞ്ഞതായി ഗുരുക്കൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കേരള സർക്കാരിൻ്റെ വജ്രജൂബിലിൻ്റെ ഫെലോഷിപ്പിൻ്റെ ഭാഗമായി പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ കൈരളി ഗ്രന്ഥാലയം കോഴിമുക്കിൻ്റെ സഹകരണത്തോടെ ഞങ്ങൾ ഇവിടെ പരിശീലിപ്പിച്ച് വന്ന് 22 പേര് വനിതകളാണ്. വജ്രജൂബിലി ഫെലോഷിപ്പ് ജേതാവായ ശ്രീ വിപിൻ, നമ്മുടെ പ്രിയ ശിഷ്യൻ, ആരാണ് ഇവിടെ പരിശീലനം ആരംഭിച്ചത്. 22 പേരാണ് ഇവിടെ കല അഭ്യസിപ്പിക്കുന്നത്. മറിച്ച് ഇതേ പഞ്ചായത്തിൽ തന്നെ നൊച്ചാട് പ്രദേശത്ത് 15ഓളം പേരെ ഞങ്ങൾ ഈ കല പരിശീലിപ്പിച്ച് വരുന്നു. ഗീത പുതിയോട്ടിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് KK ബാബു നന്ദി പറഞ്ഞു. 3 മാസം കൊണ്ടാണ് അന്യം നിന്നു പോകുന്ന കോൽക്കളി പഠിച്ചതെന്ന് പഠിതാക്കൾ പറഞ്ഞു. കൈരളി ഗ്രന്ഥാലയവും വനിതാ കോൽക്കളിയും കൂടി ഒന്നിച്ച് ചേർന്നിട്ട് വനിതാ കോൽക്കളിയാണ് ഞങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഞങ്ങൾക്ക് ഈ കോൽക്കളി എന്തെന്നാന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇപ്പം ഞാളിൽ 4 മാസം കൊണ്ട് ഈ കോൽക്കളി പഠിക്കുകയും അതുപോലെ തന്നെ കോലെടുക്കൽ ചടങ്ങും കഴിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.